ഹലോ ഗൈസ്, വെൽക്കം ടു ഋഷീസ് വേൾഡ്. അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ടല്ലോ ഗൈസ്, ഇത് കിട്ടില്ല പാട്ടാണ്. അല്ലെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ആൻഡ് ഒരു അമൽ നീരദ് പടം ആൻഡ് അതിലെ ഡാൻസ് ആൻഡ് ജ്യോതിർമഴി ആൻഡ് കുഞ്ചാക്ക ബോബൻ. കിട്ടില്ല. എനിക്ക് ജ്യോതിർമഴിയുടെ ലുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗെയിൻ വില്ല മൂവി വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ പടം സൂപ്പറായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് നമ്മൾ നേരെ താക്കറവും എല്ലാം സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് വരാം. ഓക്കെ, എന്നാ പറ്റി? സ്വപ്നമില്ല കണ്ടോ? ആക്സിഡന്റിന് ശേഷം അവളുടെ പെരുമാറ്റവും സംസാരവും ഓർമ്മയൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. പെയിന്റിങ്ങിനോട് മാത്രം അവള് താല്പര്യം കാണിക്കുന്നു. അവൾക്കൊരു ബൊഗെയിൻ വില്ല ഫിക്സേഷനും പിന്നെ തപ്പിളി തന്നെ വേണം. ഋതുവിന്റെ ലോകം തന്നെ വേറെ. അവൾ എന്നാ കാണുന്നതെന്ന് അവൾക്ക് തന്നെ അറിയാം. ഞാൻ ഡേവിഡ് കോശി, സീനിയർ ACP. ഇവരറിയാം? അറിയാം സർ, എൻ്റെ വൈഫാണ്. I think she is in a mind palace. ഒന്നിലധികം പെൺകുട്ടികളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. പോലീസിന് ആകെയുള്ള ലീഡ് ഈ ഛായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിങ്ങളുടെ വൈഫ് ഫോളോ ചെയ്യുന്നതിന്റെ CCTV വിഷ്വൽ. സാർ സഹായത്തിന് വേറെ ആരും നോക്കാം. റീതു എന്തോ ഒളിപ്പിക്കുന്നുണ്ട് റോയ്സ്. അവൾ എന്തെങ്കിലും ഓർത്താലല്ലേ ഒളിപ്പിക്കേണ്ടത്. റീതു മനഃപൂർവ്വം ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ നോക്കാണോ സംശയം? റീതുവിനെ ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ട്. ചേച്ചി, റീതുവും ഛായയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും അവളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഉത്തരം അവളങ്ങ് ഉണ്ടാക്കിയിരുന്നു. ചേച്ചി എന്താ ആലോചിക്കുന്നേ? അല്ല രമേ, ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ ഇത്രയും കാശ് മുടക്കി ആരാ മേടിക്കുന്നതെന്ന് ആലോചിക്കുമായിരുന്നു. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റോയ്സ് എന്നാണ്. അതുപോലെ ജ്യോതിർമയുടെ ക്യാരക്ടറിൻ്റെ പേര് റീതു എന്നാണ്. ഡേവിഡ് കോശി ആയിട്ടാണ് നമ്മുടെ ഫഹദ് ഫാസിൽ വരുന്നത്. ACP ആയിട്ടാണ് വരുന്നത്. സുഷിൻ ശ്യാം ഒബ്വിയസ്ലി മ്യൂസിക് കമ്പോസർ. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല. ട്രെയിലർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ അത് ഒരു രക്ഷയില്ല. പാട്ട് ഒബ്വിയസ്ലി ആദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ്. DOP ചെയ്തിരിക്കുന്നത് ആനന്ദ് C. ചന്ദ്രനാണ്. എഡിറ്റർ വിവേക് ദർശനാണ്. എന്തായാലും പടം നല്ലൊരു പടമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം കാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന വിധം അറിയാമല്ലോ. അമൽ നീരദ് സാറാണ്. അത്രയും കിട്ടിലായിട്ടായിരിക്കും എടുത്ത് വെച്ചിരിക്കുന്നത്. ഫ്രെയിംസ് എല്ലാം അത്രയും നന്നായിട്ടുണ്ട്. പിന്നെ പടം സൂപ്പറായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും 17-ാം തീയതിയാണ് റിലീസ് പറയുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണാം. ട്രെയിലർ കിടിലായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിർമയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റും. അപ്പോൾ മേ ബി ആക്സിഡൻറ്റ് മുന്നേ ആയിരിക്കാം മിസ്സിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ അതും മിസ്സിങ്ങും ജ്യോതിർമയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ടായിരിക്കും നമ്മുടെ ഫഹദ് ഫാസിൽ വരുന്നത്. പിന്നെ പുള്ളിക്കാരിക്ക് പെയിൻറ്റിങ്ങിനോട് മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. ബൊഗെയിൻ വില്ല ഫിക്സേഷൻ ഉണ്ട്. അപ്പോൾ മുന്നേ നടന്ന ഇൻസിഡൻറ്റും ബൊഗെയിൻ വില്ലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ മൂവി പോകുന്നത്. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇതൊക്കെയാണ്. പടം നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും 17-ാം തീയതി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പോയി കാണാം. ഒപ്പീനിയൻ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും. ബൈ.